എല്ലാ കൂട്ടർക്കും ഡിസൈനിങ് അൺബോക്സിങ്ങിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മൂവി റിവ്യൂ ചാനലിൻ്റെ തമ്പനയിലാണ്. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക, എന്നാലും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പം ഇതിലേക്ക് നമ്മൾ കുരുതി എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ടൈറ്റിൽ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യണം. നമ്മളൊരു പോസ്റ്ററിൽ നിന്നാണ് അത് എടുത്തിരിക്കുന്നത്. ഈ സംഭവം ഞാൻ നേരത്തെയും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാതെ പോകുന്നത്. ഓക്കെ, നമുക്ക് ആ കളറൊന്ന് ട്രാൻസ്പെറൻ്റ് ആക്കാം. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എന്താ പറയുന്നത്, ഇതിലേക്ക് ബ്രഷ് ചെയ്യാം. ഓക്കെ, നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അത് സൂം ചെയ്യണേ. ആമസോൺ ഒറിജിനൽ മൂവി കുരുതി, അത്രയും പോർഷനാണ് നമുക്ക് ഇതിനകത്ത് വേണ്ടത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മളെ മുന്നത്തെ വീഡിയോകളിലെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പം ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് അധികം പറയാത്തത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മുന്നത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുക, നമ്മളതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നമ്മളത് ബ്രഷ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരുമിച്ചാക്കാം. ഒരുമിച്ചാക്കാം. ഒരുമിച്ചാക്കി. ഇനിയും ബ്ലാക്ക് പോർഷൻ നമുക്കൊന്ന് എറേസ് ചെയ്ത് കളയാം. ബ്ലാക്ക് പോർഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, എറേസായി. നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് അതവിടെ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു വൈറ്റ് കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്കിന് വൈറ്റാണ് നല്ലത്. ഇത് നമ്മുടെ ബാക്ക് ഡ്രോപ്പ് വരാനുള്ള ഒരു സംഭവമാണ്. നമുക്കതങ്ങ് ഹൈഡ് ചെയ്ത് വെക്കാം. നമുക്കത് ലാസ്റ്റാണത് ഉപകാരപ്പെടുന്നത്. നമുക്കിതിലേക്കൊരു കുരുതിയുടെ ഒരു പോസ്റ്റർ കൊണ്ട് ആഡ് ചെയ്യാം. അവിടെ അറേഞ്ച് ചെയ്ത് വെക്കാം. അടുത്തൊരു ഇമേജ് കൊണ്ട് ഇതിലേക്ക് ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെൻ്റെ ഒരു ഇമേജാണ്. അപ്പം ഞാനാണ് മൂവി റിവ്യൂ ചെയ്യുന്ന ആങ്കർ. അപ്പം എൻ്റെ ഒരു ഇമേജാണ് ഇതിലേക്ക് ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം കളർ ഗ്രേഡ് ചെയ്തൊക്കെ അവിടെ പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്താണ് കണ്ടന്റ് വേണ്ടത് ഇതിലേക്ക് എഴുതി വെക്കാം. ആ സിനിമയെക്കുറിച്ചാകാം, പൃഥ്വിരാജിൻ്റെ അഭിനയത്തെക്കുറിച്ചാകാം, എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു എഴുതി വെക്കാം. ഞാനിപ്പം പൃഥ്വിരാജ് കരിയർ ബെസ്റ്റ്, ഈ സിനിമ ഇറങ്ങിയിട്ടില്ല, അപ്പം ഓണത്തിനെ മറ്റാകൊണ്ട് ഈ സിനിമ ഇറങ്ങത്തുള്ളൂ. അപ്പം ഈ സിനിമയുടെ റിവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ തമ്പനയിൽ എങ്ങനെ ചെയ്യും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തു കൊടുക്കുന്നത്. നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന ഉറും ഫോണ്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ആ ലെറ്ററിൻ്റെ സ്പേസിങ് കാര്യങ്ങളും സെറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് പെഡിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഏതെങ്കിലും അക്ഷരങ്ങൾ കട്ടായി പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഭാഗത്ത് ഏതെങ്കിലും അക്ഷരങ്ങൾ കട്ടായി പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് അലൈൻ ചെയ്തെടുക്കുന്ന മെത്തേഡാണ് പഡിങ്. അതിനുശേഷം ബാക്ക് ഡ്രോപ്പിൽ ഒരു കളർ ഗ്രേഡിയൻറ്റും കൊടുത്ത് അവിടെ പ്ലേസ് ചെയ്യാം. അതെങ്ങനെയാണ് ഞാൻ മുന്നത്തെ വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു പോകാത്തത്. ഓക്കെ, ലോക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബ്രഷിങ് എങ്ങനെയാണെന്നുള്ളതും അത് ഞാൻ മുന്നത്തെ വീഡിയോകളിലെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവിടെ ബ്രഷ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ആ ഫോട്ടോയുടെ ബാക്ക് ഡ്രോപ്പിൽ വരണം. ഈ ബ്രഷ് ചെയ്യുന്ന ആ എഫക്റ്റിനെ നമ്മൾ സ്മോക്കി എഫക്റ്റ് എന്നാണ് പറയുന്നത്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് ഇതിൻ്റെ ട്രാൻസ്പെറൻ്റ് ഒക്കെ അവൈലബിൾ ആണ്, അങ്ങനെയും ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഷാഡോയോടെ കൊടുത്തിട്ടുണ്ട്. ഷാഡോയ്ക്ക് വൈറ്റ് ആണ് വന്നിരിക്കുന്നത്. നമുക്കതൊരു
ഒരു ചാര കളറാക്കാം. ഓക്കെ, അതാകുമ്പോൾ വലിയ കളറ് സംഭവമൊന്നുമില്ല. ഓക്കെ, നമ്മൾ ആദ്യം എടുത്ത കുരുതിയുടെ ടൈറ്റിലില്ലേ, അതവിടെ ഒന്ന് പ്ലേസ്, അത് ഏതെങ്കിലും ഒരു പോർഷൻ നമുക്കൊന്ന് പ്ലേസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ സ്മോക്കി എഫക്റ്റ് നമ്മുടെ എഴുതി വെച്ചത് പൃഥ്വിരാജ് കരിയർ ബെസ്റ്റിന്റെ ബാക്ക് ഡ്രോപ്പ് വരണം. ഓക്കെ, അപ്പൊ നമ്മുടെ തമ്പനയിൽ ഏകദേശമൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ ടൈറ്റിലൂടെ ഒന്ന് സെറ്റാക്കി വെച്ചാൽ നമുക്ക് ടോപ്പ് ചെയ്ത് ആ മൂവി റിവ്യൂ എന്നുള്ള സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തമ്പനയിൽ സെറ്റായി. മൂവി റിവ്യൂ, നമുക്ക് മൂവി റിവ്യൂ എന്ന് കൊടുക്കുന്ന ആ ഫോണ്ടത് ഇതാണ്, ഗോബോൾഡ് ആണ്. അത് ഡാഫോണ്ടിൽ പോയാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇഷ്ടം പോലെ വെർഷൻ ഉണ്ട്, ഒരു 10-15 വെർഷൻ ഉണ്ട് അതിനകത്ത്. ഓക്കെ, നമ്മുടെ തമ്പനയിൽ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു കിണ്ണം കാച്ചി ട്യൂട്ടോറിയൽ വീഡിയോയിൽ കാണാം. ഓക്കെ.